നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ തിരുസഭയ്ക്ക് നൽകുന്ന വിലപ്പെട്ട സന്ദേശങ്ങളിൽ തൻ്റെ മടങ്ങിവരവിനെ കേന്ദ്രീകരിക്കുന്ന ഒരു വേദഭാഗം മത്തായി 24 താൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ബർത്ത് പെയിൻ, ഈറ്റുനോവ് ചരിത്രത്തിൽ തുടങ്ങുന്ന ഒരു ഘട്ടം ഞാൻ നിങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കാം. പറഞ്ഞ് വാക്യത്തിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടു പോയ ഒരു വാക്യമാണ് ഈ ഉദ്ധരിച്ച വാക്യം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടങ്ങളിൽ ഉണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം ചേർത്ത് പഠിച്ചാൽ മഹാവ്യാധികളും അവിടവിടങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മനുഷ്യകുലത്തിന്, മാനവവർഗത്തിന്, ആദാമ്യ തലമുറയ്ക്ക് ഈറ്റുനോവ് തുടങ്ങുന്ന ഒരു ഘട്ടത്തെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ തമ്മിൽ അതിൻ്റെ പിൻപിൽ അണിചേരുന്ന ഒരു യുദ്ധം ചരിത്രത്തിലുണ്ടാകും. ആ യുദ്ധം ചരിത്രത്തിലുണ്ടാകുന്നതിനെ തുടർന്ന് ഭൂമിയിൽ ഭൂകമ്പങ്ങളുടെ തീവ്രത കൂടും. അതേ തുടർന്ന് മഹാവ്യാധി പ്രത്യക്ഷമാകും. ഇതോടുകൂടെ മനുഷ്യകുലത്തിന് ഈറ്റുനോവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ തലമുറ ഏത് തലമുറയാണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ തലമുറ ഈറ്റുനോവ് കിട്ടിയ തലമുറയാണ്. എന്താണ് ഈറ്റുനോവ്? ഒരമ്മയുടെ പ്രസവവേദന ഒരുമിച്ചല്ല വരുന്നത്. ഒരു വേദന വന്നു, അടുത്ത ഒരു ഇടവേള കഴിഞ്ഞ് അടുത്ത വേദനയുണ്ടായി, വീണ്ടും ഒരു ഇടവേള കഴിഞ്ഞ് അടുത്ത വേദനയുണ്ടായി. പക്ഷേ അത് പ്രസവവേദനയാണെങ്കിൽ അതൊരു ജന്മത്തിലേ അവസാനിക്കൂ. ഓർക്കുക, മാനവകുലത്തിന്, ആദാമ്യവർഗത്തിന് ഈറ്റുനോവ് കിട്ടുന്ന ഒരു മഹാസംഭവം യേശു പറയുന്നു. അത് ജാതി ജാതിയോട് ഏറ്റുമുട്ടും, അതിൻ്റെ പുറകിൽ രാജ്യത്വങ്ങൾ അണിചേരും. അങ്ങനെ ലോക ചരിത്രത്തിൽ അതിഭീകരമായ യുദ്ധങ്ങൾക്ക് തിരശീല ഉയരും. അതേ തുടർന്ന് ഭൂകമ്പത്തിൻ്റെ തീവ്രത കൂടും. അതേ തുടർന്ന് മഹാവ്യാധികൾ പ്രത്യക്ഷമാകും. ഈ സമയം കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങരുത്. അവർ തല ഉയർത്തി നോക്കിക്കൊള്ളണം. കർത്താവിൻ്റെ മടങ്ങിവരവ് അടുക്കൽ, വാതുക്കൽ തന്നെയാണ്. ലോക ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. കായീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധമുണ്ട്. എന്നാൽ ഒരു ജാതി മറ്റൊരു ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിഞ്ഞത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ട് വിരിച്ച ഭൂമിയിലെ സകല ജനതകളും രണ്ട് ചേരികളിലേക്ക് മാറിക്കൊണ്ട് ആരംഭിച്ച യുദ്ധം. അത് ചരിത്രത്തിൽ 2 യുദ്ധങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും. 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധം 100 ലക്ഷം ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു. 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധം 550 ലക്ഷം പേർ, 5.5 കോടി പേർ ഇവിടെ കൊല്ലപ്പെട്ടു. ശ്രദ്ധിക്കണം, യേശുവിൻ്റെ പ്രവചന വാക്കുകൾ എൻ്റെ സദസ്സ് ശ്രദ്ധിച്ച് കേൾക്കണം. ജാതി ജാതിയോട് ഏറ്റുമുട്ടും, അതിൻ്റെ പുറകിൽ രാജ്യത്വങ്ങൾ അണിചേരും. അത്തരമൊരു യുദ്ധം ചരിത്രത്തിൽ നടക്കുമ്പോൾ ഒരമ്മയ്ക്ക് ബർത്ത് പെയിൻ തുടങ്ങുന്നത് പോലെ മനുഷ്യകുലത്തിന് ബർത്ത് പെയിൻ ആരംഭിക്കും, അല്ലെങ്കിൽ പ്രസവവേദന തുടങ്ങും. ഒടുവിൽ ഇതൊരു ജന്മത്തിൽ അവസാനിക്കും. മറ്റ് ജന്മമല്ല, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന, കാഹളത്തിൻ്റെ ഉരത്ത നാദം മുഴങ്ങുന്ന യേശുവിൻ്റെ മടങ്ങി വരവെന്ന ജന്മത്തിൽ ഇത് അവസാനിക്കും. ആസ്ട്രിയയുടെ സിംഹാസനൂരാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയോടുകൂടെ അവരുടെ വിവാഹത്തിൻ്റെ 14-ാമത്തെ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് യാത്ര ചെയ്യുന്നു. യാത്രയ്ക്കിടയിൽ ഒരു വിപ്ലവകാരി ഒരു ഗ്രാനൈഡ് എടുത്ത് ഈ സംഘത്തിന് നേരെ വലിച്ചെറിയുന്നു. 60-ലധികം പേർ മുറിവേറ്റ് വീഴുന്നു. അതിൽ പലരും മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിലേക്ക് നീങ്ങുന്നു.
ഹോസ്പിറ്റലിൽ തൻ്റെ സഹപ്രവർത്തകരെ കാണാൻ ഫെർഡിനാൻഡോ കാർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിടുന്നു. വഴിവക്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ചോദിക്കുന്നു. ഒരാൾ, ഒരു വിപ്ലവകാരി, ഒരു തോക്കെടുത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കാറിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. ചോരയിൽ കുളിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഫെർഡിനാൻഡോയുടെയും ഭാര്യയുടെയും മരണവാർത്തയറിഞ്ഞ അടുത്ത പള്ളിയിൽ പള്ളിമണി ഉയരുന്നു. അതേ തുടർന്ന് രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ 2 ചേരികളായി മാറുന്നു. 100 ലക്ഷം ആളുകളെ കിരാതമായി കൊന്നുകൂട്ടിയ 1-ാം ലോകമഹായുദ്ധത്തിന് തിരശീല ഉയരുന്നു. ബൈബിൾ വാക്യം ശ്രദ്ധിച്ചോ? ജാതി ജാതിയോട് ഏറ്റുമുട്ടും. അതിൻ്റെ പുറകിൽ ലോകരാജ്യത്വങ്ങൾ അണിചേരും. അതോടുകൂടെ മാനവ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടിത്തുടങ്ങും. അതേ തുടർന്ന് അടുത്ത മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. നമ്മുടെ തലമുറയിൽ കോവിഡ് പോലെയുള്ള മഹാവ്യാധികൾ ഉയരുന്നു. ഇതിന് നടുവിൽ കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഈ തലമുറയിൽ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ ഒടുവിലത്തെ പേജിലേക്ക് ഓടിയടുക്കുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, കൊണ്ടു നടന്ന് തടി പിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ചൊരു കൊലക്കൊമ്പൻ ഉത്സവപ്പറമ്പിൽ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തിട്ട് ചവിട്ടിക്കീറി 4 പാടേക്കും വലിച്ചെറിഞ്ഞ് കൊലവിളി നടത്തുന്നത് പോലെ ഈ പ്രകൃതി മനുഷ്യ സമുദായത്തിന് നേരെ കൊലവിളി നടത്തുന്ന ഒരു കറുത്ത ദിനങ്ങളുടെ കാഴ്ച കൺമുൻപിൽ അടുത്തു വരികയാണ്. എന്നാൽ അതിനു മുൻപ് ഞങ്ങൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ അവസാന പേജിലേക്ക് അടുക്കുന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, മാനവജാതിയുടെ ചരിത്രത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായത് മധ്യപൂർവ്വ പ്രദേശമാണ്. മനുഷ്യവർഗത്തിൻ്റെ അധോഗതിക്ക് ചുടലക്കളം ഒരുക്കാൻ പോകുന്നതും മധ്യപൂർവ്വ പ്രദേശം തന്നെയാണ്. ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മധ്യപൂർവ്വ പ്രദേശം പുകയുകയാണ്. അടുത്ത മഹായുദ്ധം എപ്പോൾ സംഭവിക്കും? അതിൻ്റെ ശാക്തിക ചേരികൾ ആരൊക്കെയായിരിക്കും? അതിൽ ഇസ്രയേലിൻ്റെ സ്ഥാനം എവിടെ എത്തിയിരിക്കും? അതിൽ ഇറാൻ മറുവശത്ത് തുടക്കം കുറിക്കും. അതിന് റഷ്യ പിന്നണിയിൽ എത്തിച്ചേരും. അതിൽ അമേരിക്കയും സഖ്യകക്ഷികളും യുദ്ധരംഗത്തെത്തും. അത് മധ്യപൂർവ്വ പ്രദേശത്ത് ഒരു കൊടിയ യുദ്ധത്തിൻ്റെ ചോര ചൊരിച്ചിലിൽ എത്തിച്ചേരും. ഈ ദുരന്തം പെയ്തിറങ്ങുമ്പോൾ, ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്താൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, ഈ പ്രസംഗം ഇന്ന് രാത്രി അവസാനിക്കും മുൻപ് എൻ്റെ യേശു ആകാശമേഘങ്ങളിൽ വന്നിരുന്നെങ്കിൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെടാതെ നിത്യതയ്ക്കായി ഒരുക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ രാത്രി ശക്തമായി ഇടപെടുന്ന രാത്രിയാണ്. ആത്മാവിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. നാം എത്തി നിൽക്കുന്ന കാലഘട്ടത്തെ നാം ഒന്ന് വിവേചിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷമുള്ളവരൊക്കെ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും 8 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധിച്ച് വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37-ാമത് വാക്യവും വായിച്ചാട്ടെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. വായിച്ചാട്ടെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വായിച്ചാട്ടെ. അടുത്ത വാക്യം കൂടെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 36-ാമത് വാക്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. വായിച്ചോ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഇന്ന് രാത്രി തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണം.
ഞാനിവിടെ ബഹളം വെക്കാൻ നിൽക്കുകയല്ല. ഈ നടത്തുന്നത് കലാപരിപാടിയുമല്ല. നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല എൻ്റെ കൊതി, നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കണം എന്നാണ് എൻ്റെ കൊതി. ഈ ദൂതിന്ന് രാത്രിയിൽ നിങ്ങളുടെ ചങ്കിൽ ഒരു ചാട്ടുളി പോലെ കുത്തിക്കയറട്ടെ. ഒരു പക്ഷേ അടുത്ത വർഷം ഇതുപോലൊരു യോഗം നടക്കാൻ അവസരമുണ്ടാകുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് ആകാശമേഘങ്ങളിൽ വന്നാൽ നിങ്ങളിൽ ഒരു മുഖം പോലും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ നിത്യതയിൽ കാണപ്പെടണം എന്ന ചങ്കോടടുത്ത ആത്മഭാരത്തോടെ ഈ ദൂതി രാത്രി നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ, ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് മഹത്വമർപ്പിക്കാമോ? ആ പുസ്തകം അങ്ങനെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി രാത്രി യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് ബലം തന്നതോർത്ത് ശക്തിയോടെ ദൈവത്തിന് മഹത്വമർപ്പിക്കണം. വേദപുസ്തകത്തിൻ്റെ സത്യനില, ഇതിൻ്റെ ആധികാരികത്വം, ഇതിൻ്റെ ദിവ്യാത്മ പ്രേരണ, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യന്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ജീവന്റെ വചനത്തിന്റെ അതുല്യത നിലകൊള്ളുന്നത് നിറവേറിക്കഴിഞ്ഞതും നിറവേറൽ കാത്തുകിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളിലാണ്. വേദപുസ്തകത്തിലെ പ്രവചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഒരു പ്രവചനം പ്രവചിക്കാൻ പോകുകയാണ്. നടക്കുമോ എന്ന് എൻ്റെ സദസ്സ് പറയണം. നാളെ ചെങ്കവിളയിൽ ഭൂകമ്പമുണ്ടാകും. നടക്കുമോ? എന്താ അന്യഭാഷയുടെ അകമ്പടി ഇല്ലാത്തതുകൊണ്ടാണോ? ഒന്നീ നടക്കും, അല്ലേ നടക്കില്ല. ഒരു പ്രവചനത്തിന് രണ്ടിനൊന്ന് സാധ്യതയുണ്ട്. ഒന്നുകിൽ പ്രവചനം നടക്കും, അല്ലെങ്കിൽ പ്രവചനം നടക്കില്ല. ആ പ്രവചനത്തിന് ഞാൻ ഒരു വിശദാംശം കൂട്ടാൻ തുടങ്ങുകയാണ്. എന്താ ശ്രദ്ധിക്കുക, വിശദാംശം കൂട്ടുന്നത്. നാളെ ഇവിടെ ഭൂകമ്പത്തോടുകൂടി കൊടുങ്കാറ്റുമുണ്ടാകും. അത് നടക്കുമോ? അതിനും രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. വീണ്ടും ഞാൻ വിശദാംശം വർദ്ധിപ്പിക്കുന്നു എന്ന് ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു. നാളെ രാവിലെ 5 മണിക്ക് ഇവിടെ ഭൂകമ്പത്തോടുകൂടി കൊടുങ്കാറ്റുമുണ്ടാകും. അത് നടക്കുമോ? അതിനും രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വിശദാംശങ്ങൾക്കും രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. ഭൂകമ്പത്തിന് രണ്ടിലൊന്ന് സാധ്യത, കൊടുങ്കാറ്റിന് രണ്ടിലൊന്ന് സാധ്യത, 5 മണിക്ക് രണ്ടിലൊന്ന് സാധ്യത. അപ്പോൾ ചോദ്യം ഇതാണ്, വിശദാംശം വർദ്ധിപ്പിച്ചാൽ ഭൂകമ്പത്തിന്റെ സാധ്യത കുറയുമോ കൂടുമോ? യുക്തിപരമായി ചിന്തിച്ചാൽ വിശദാംശം കൂടുന്നതോടെ സാധ്യത കുറയും. രണ്ടിലൊന്ന് താഴെ, രണ്ടിലൊന്ന് താഴെ, രണ്ടിലൊന്ന് ഇങ്ങനെ കുറയുകയാണ്. അപ്പോൾ ഒരു പ്രവചനത്തിന്റെ വിശദാംശം കൂടിയാൽ ആ പ്രവചനത്തിന്റെ സാധ്യത കുറയും. ഇങ്ങനെ ഇരിക്കെ ഗതസമനയിലെ ശീതള ഛായയിൽ വെച്ച് ദുഷ്ടശിഷ്യനായ യൂദയുടെ ആലിംഗന വിഷം ഏറ്റുവാങ്ങുന്നത് മുതൽ കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് പ്രാണനെ വിടുന്നത് വരെ എൻ്റെ യേശുവിൽ മാത്രം നിറവേറേണ്ട 24 പ്രവചനങ്ങൾ
25 പ്രവചനങ്ങൾ 24 മണിക്കൂർ കൊണ്ട് വള്ളി പുള്ളി മാറാതെ നിറവേറിയെങ്കിൽ പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ മടങ്ങി വരുന്ന ഒരുവനേ ഉള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും നിങ്ങളൊക്കെ ഇവിടെ പരിസരങ്ങൾ ജനിച്ചതൊന്നും ആരും പ്രവചിച്ചിട്ടല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ വന്നതാണ്. എന്നാൽ യേശു പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ച് 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 പ്രവചിച്ചതുപോലെ ജനിച്ചതാണ്. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതി ആയിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്. അവന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറുമെന്ന്. അവിടെ പാർക്കുന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. മരണശേഷം ഈ കുടുംബം മടങ്ങി വന്ന് നസ്രയത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രയത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ എന്ന ഒരാളാൽ സ്നാനമേൽക്കാൻ ഇറങ്ങി വരുമെന്ന്. അവൻ സ്നാനമേൽക്കുമ്പോൾ ആത്മാവ് പ്രാവ് രൂപത്തിൽ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങ് സഞ്ചരിക്കുമെന്ന്. 33.5 തിരുവയസ്സെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുക്കുന്നത് 30 വെള്ളിക്കാശിനായിരിക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവൻ്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയന്ത്രത്തിൽ തൂക്കുമെന്ന്. അവൻ്റെ മരണം കൊടും കള്ളന്മാരുടെ നടുക്കായിരിക്കുമെന്ന്. അവൻ്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്. അവൻ്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥി ഒടിഞ്ഞതുപോലെ ഇവൻ്റെ അസ്ഥി ഒടിക്കേണ്ടി വരികയില്ലെന്ന്. അവൻ്റെ മരണസമയം അവൻ്റെ അങ്കിക്കായി ശത്രുക്കൾ ചീട്ടിടുമെന്ന്. അവൻ്റെ മരണം കൊടുങ്കള്ളന്മാരുടെ മധ്യത്തിലാണെങ്കിലും അവൻ്റെ ശവമടക്കൊരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് നടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്തു നിന്ന് മരണത്തിൻ്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് കടം വാങ്ങിയ കല്ലറ കാലിയാക്കി കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച് മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ എൻ്റെ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്യുമെന്ന്. അവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന് എഴുതിയ വചനം ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, മുൾമുടി അണിഞ്ഞ രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരും. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവപൈതലേ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. എൻ്റെ തലമുറയിൽ എൻ്റെ കണ്ണടയും മുൻപ് എൻ്റെ ആയുസിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് ഈ ചക്രവാളത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ അക്കാഹളത്തിൻ്റെ ഉരത്തനാദത്തിങ്കൽ ദൈവത്തിൻ്റെ തിരുസഭയെ ചേർക്കാൻ ആകാശമേഘങ്ങളിൽ മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഈ രാത്രി വിളിച്ചു പറയുന്നു, കാലം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ ചുമതലപ്പെട്ട ആളുകൾ സെക്കൻഡ് ബെല്ല് ഫസ്റ്റ് ബെല്ല് ഒക്കെ അടിച്ച് ക്ലാസ് റൂമിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുകയും ഒടുവിൽ ഫൈനൽ ബെല്ലടിച്ച് കുട്ടികളെ വീടുകളിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു 7 പീരീഡുകൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യകുലത്തിൻ്റെ ഈ ഭൂമിയിലെ നിവാസത്തിന്, ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവം ചില പീരീഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പീരീഡ് ഏദൻ പൂങ്കാവനത്തിൽ ആദിമ കുടുംബത്തെ ദൈവമാക്കുന്നത് മുതൽ പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച് ആദിമ കുടുംബം ഏതിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള കാലഘട്ടം നിഷ്കൽമഷയുഗം. അവിടുന്ന് അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയുടെ
പ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷി യുഗം. അവിടുന്ന് പ്രളയത്തിന് ശേഷം കൽദയപട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡൽമുഖയാർ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് വരെയുള്ള കാലഘട്ടം വാഗ്ദത്ത യുഗം. അപ്പോൾ നിഷ്കൽമഷ യുഗം, മനസാക്ഷി യുഗം, വാഗ്ദത്ത യുഗം. അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത സീനായ് കൊടുമുടി മുതൽ അവർ ആ യാത്ര കഴിഞ്ഞെത്തിച്ചേർന്ന് നമ്മുടെ നാഥൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ ബലിയർപ്പിക്കപ്പെടുന്നത് വരെ ന്യായപ്രമാണ യുഗം. എൻ്റെ നാഥന്റെ കാൽവറി ബലിമരണം മുതൽ യേശു ക്രിസ്തുവിന്റെ കാഹള ശബ്ദം വരെ കൃപായുഗം. കാൽവറിയുടെ യാഗമായ രക്ഷകൻ ആകാശമേഘങ്ങളിൽ വരുന്നത് മുതൽ ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുടെ താളം തകർന്ന് അഗ്നിപ്പൊയ്കയ്ക്ക് ഭൂമി കൈവിടപ്പെടുന്നത് വരെ സഹസ്രാബ്ദ യുഗം. ഓർക്കുക, നിഷ്കൽമഷ യുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, സഹസ്രാബ്ദ യുഗം. ഈ യുഗങ്ങൾ ബൈബിൾ തിരിച്ചിട്ടുണ്ട്. ഇതിൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധിയിൽ ഒരു മഹാസംഭവം ചരിത്രത്തിൽ നടന്നു. നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകമുണ്ടാക്കാൻ. പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. നാൽക്കാലി മിക്കവാറും പെട്ടകത്തിൽ കയറിയിട്ടും ഈ ഇരുകാലി മുക്കാലും പെട്ടകത്തിൽ കയറിയില്ല. പിന്നെ നാട്ടുകാരെ എല്ലാം പെട്ടകത്തിൽ കയറ്റിയേച്ച് വീട്ടുകാർ പെട്ടകത്തിലില്ലായിരുന്നേ കഷ്ടമായി പോയനും. എന്നാൽ നാട്ടുകാരില്ലേലും പ്രസംഗിച്ച് നടന്നവൻ്റെ വീട്ടുകാരുണ്ടല്ലോ. ഇന്ന് രാത്രി ഈ വചനം ഉയർത്തിപ്പിടിച്ചിറങ്ങിത്തിരിച്ചവൻ്റെ തലമുറ ഈ പെട്ടകത്തിൽ എൻ്റെ കൂടെ എൻ്റെ തലമുറയുണ്ട് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ അഭിമാനത്തോടെ പറയണം, എനിക്കതിൽ അഭിമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രകൃതിയുടെ 2 ജലശേഖരങ്ങളെ എൻ്റെ ദൈവം അങ്ങോട്ട് തുറന്നു വെച്ചു. ഒന്ന്, ആകാശ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം താഴേക്ക് ഇരമ്പി ഇറങ്ങി. 2, ഭൂഗർഭ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം താഴെ നിന്ന് മുകളിലേക്ക് ഇരമ്പി പൊങ്ങി. അങ്ങനെ പ്രളയജലത്തിൻ്റെ മുകളിൽ 450 അടി നീളം, 45 അടി പൊക്കം, 75 അടി വീതിയുള്ള ഏതാണ്ട് 14 ട്രക്കുകളിൽ കയറ്റാൻ കഴിയുന്ന അത്രയും സാധനങ്ങൾ കൊള്ളുന്ന ഒരു 10 മാരി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. ഉയർന്ന് അന്നറിയപ്പെട്ട ഏറ്റവും വലിയ പർവ്വതമായ അറാറാത്ത് പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ വർഷത്തിൻ്റെ 9 മാസം മഞ്ഞ് മൂടിക്കിടക്കുന്ന 16,000 ചില്ലുവാനം അടി പൊക്കമുള്ള ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നുമുള്ള 2ാം ലോകമഹായുദ്ധകാലത്ത് താണ് പറന്ന ഒരു വൈമാനികൻ ഒരു വലിയ കപ്പൽ ഉറച്ചു കിടക്കുന്നത് കണ്ടുകൊണ്ട് അടർത്തിയെടുത്ത തടിക്കഷണത്തിൽ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ 6000 കൊല്ലം പഴക്കമുള്ള ഒരു വലിയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആ വലിയ 10 മാരി ആ മലയുടെ മുകളിൽ പോയി ഉറച്ചത് സത്യമാണെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം ഈ പ്രകൃതിയുടെ താളം മാറും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇങ്ങനെ അധിക നാൾ മുന്നോട്ട് പോകില്ല. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ശ്രദ്ധിച്ചു കേൾക്കണേ. മനുഷ്യന്റെ പാപത്തിന് എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കുന്ന ദിവസങ്ങൾ കൺമുൻപിൽ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടുന്ന് ശബ്ദം ഉയർത്തി പറയണം, ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ഉയരാൻ തുടങ്ങുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, മനുഷ്യൻ്റെ പാപത്തിന് ദൈവത്തിൻ്റെ കരം ഈ പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നു, മനുഷ്യ, നിന്റെ പാപത്തിന് എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കും. ഞാൻ ചോദിക്കട്ടെ,
മനുഷ്യന്റെ പാപത്തിന് ദൈവം പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കുമോ? നിങ്ങൾ നോക്കണം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയത്, അവന്റെ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളത്, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഈ ദൂത് ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമോ? ഒരു ദിവസത്തെ പത്രമെടുത്താൽ എന്താ കേൾക്കുന്നത്? അയ്യോ, പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കാട്ടിക്കൂട്ടുന്ന കൊടിയ ക്രൂരതകൾ കേട്ടാൽ മധ്യപൂർവ പ്രദേശത്ത് ചിതറി വീഴുന്ന സാധാരണക്കാരന്റെ ചോരയുടെ നിലവിളി എവിടെയെത്തും? ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, സ്വർഗത്തിന്റെ ഒരു കോണിൽ ചാരുകസേരയിൽ ചാരിക്കടന്ന് വായിൽ താമ്പൂലമിശ്രിതവും കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് പത്രവും വായിച്ചുറങ്ങുന്ന പൊട്ടൻ മുതുക്കൻ അപ്പൂപ്പനല്ല ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും അത് ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിച്ചിട്ട് പറയണം, ഈ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാത്രി കാണുകയാണ്, സ്വർഗം ഇതിൻ്റെ മുകളിൽ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആ പാവപ്പെട്ട ഗ്രഹാം സ്റ്റെയിൽസും പിഞ്ചു കുഞ്ഞുങ്ങളും വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ പുറകിൽ കൂടെ ചെന്ന് എണ്ണയെടുത്തൊഴിച്ച് ആ ദൈവദാസൻ അതെ 2 കുഞ്ഞുങ്ങളെയും വാരി നെഞ്ചത്തോട്ടിട്ട് പിൻഡോറ് തുറന്ന് ഇറങ്ങാൻ നേരത്ത് തൃശൂലം കൊണ്ട് അകത്തോട്ട് കുത്തി മലത്തി ഒരുപിടി ചാമ്പലാക്കി കത്തിച്ച് മാറ്റിയ നരാധമന്മാർ വാഴുന്ന മണ്ണിൽ അധികം താമസിക്കാതെ കാലാവസ്ഥയെ കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിങ്ങളുടെ സ്തോത്രം വന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, സുവിശേഷകന്റെ ചോര വീണ സ്ഥലങ്ങളോട് കണക്ക് തീർക്കുന്ന ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം, കാലാവസ്ഥയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് എൻ്റെ ദൈവത്തിൻ്റെ കണക്ക് തീർക്കും. അത് മറക്കണ്ട, ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ന്യൂ ഓർലിയൻസ് എന്താ സംഭവിച്ചത്? എൻ്റെ ചില സ്നേഹിതർ ബിസിനസ് ആവശ്യത്തിനായി അവിടെ എത്തി. എടുക്കാൻ ഒരു ഹോട്ടൽ റൂമില്ല. അടുത്ത ദിവസം പട്ടണത്തിലെ സമുദ്ര തീരത്ത് പൂർണ്ണ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ, ഗേ ലെസ്ബിയൻ സ്ത്രീ പുരുഷന്മാർ നടത്താനിരുന്നൊരു പ്രോഗ്രാമിന് വേണ്ടി ഹോട്ടലുകൾ നിറഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം ആ ശക്തമായ ഗേ ലെസ്ബിയൻ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അന്ന് രാത്രി അതിഭയങ്കരമായൊരു ചുഴലിക്കൊടുങ്കാറ്റുകൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത് ആയിരക്കണക്കിന് ഗേ ലെസ്ബിയൻസിന്റെ ശരീരം വെള്ളത്തിൽ ഒഴുകി നടന്ന് അത് കൊടിയ ദുരന്തമായി മാറിയത് സത്യമാണെങ്കിൽ ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ലൂസിയാനയ്ക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ചില പ്രത്യേക പട്ടണങ്ങൾ എവിടെ? ഞാൻ ചോദിക്കട്ടെ, എയ്ഡ്സ് എവിടെയാണ് ചരിത്രത്തിൽ ആരംഭിച്ചത്? ആഫ്രിക്കയിൽ കുരങ്ങുകളിലെത്തിയിട്ട് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച വൈറസാണ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എവിടെയാണ് എയ്ഡ്സ് തുടക്കം കുറിച്ചത് എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം. പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള പ്രോട്ടോ പ്രിൻസ് തലസ്ഥാനമാക്കിയ ഹെയ്ത്തി എന്ന ആ പട്ടണത്തിൽ മ്ലേച്ഛമായ 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് സെക്ഷുവലി മോറാലിറ്റിയുടെ ഭാഗമായി കിട്ടിയ ആ മാരക രോഗം ലോകത്തെ മൂടിയപ്പോൾ ഒരു ചൊവ്വാഴ്ച നമ്മളെല്ലാം ഗാഢമായി ഉറങ്ങിയപ്പോൾ എൻ്റെ ദൈവം ഹെയ്ത്തിയെ ഒന്ന് പിടിച്ചു കുലുക്കി. 65,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ സോദോമ്യ തീ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പോടെ പറയുന്നു, ഈ പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു.
ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇപ്പോൾ ഉള്ളിടത്തോളം കാലം ഇതിനെ കെട്ടഴിച്ചു വിടാൻ അനുവദിക്കാതെ എൻ്റെ ദൈവം ഈ പ്രകൃതിക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ഞങ്ങൾ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിലെ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ഓളം പേർ മണ്ണോട് മണ്ണ് മാറി. അതിൻ്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന്, ഗോവയെ കടന്ന്, കർണാടകയെ കടന്ന് കേരളത്തിൽ ആലപ്പുഴ തീരം വരെ എത്തി. അവിടെ നിന്ന് ഇടുക്കി മൈനാവ് മേഖല ഭൂകമ്പ പ്രഭവ കേന്ദ്രമായി മാറി. അവിടെ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭൂഗർഭ വിള്ളൽ വീണു. നിരവധി ക്യൂബിക് മീറ്റർ വെള്ളം ഭൂഗർഭ വിള്ളലിലൂടെ ഒഴുകുമ്പോൾ അത് ഗവേഷക സംഘം പറയുന്നു, ഇനിയും അവിടെ ഭൂകമ്പമുണ്ടായാൽ ചുറ്റളവുള്ള സകലത്തെയും അടിച്ചു തകർത്ത് 40 മൈൽ ചുറ്റളവുള്ളതിനെ മുഴുവൻ സംഹാര രുദ്രയെ പോലെ തകർത്ത് ഒരു ഭീകര തകർച്ചയിൽ അതേ ജലബോംബ് താഴേക്ക് പൊട്ടിയിറങ്ങിയാൽ, ഇടുക്കി ചെറുതോണിക്ക് അത് വഹിക്കാൻ കഴിയാതെ വന്നാൽ, കേരളത്തിലെ 5 ജില്ലകളിലെ 47 ലക്ഷം ആളുകൾ ലോകത്തോട് വിട പറയുകയും കേരളത്തിൽ കൊച്ചി എയർപോർട്ടിൽ 10 അടി കനത്തിൽ ചെളി നിറയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പറയാം. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ കർത്താവ് അതിന് അനുവദിക്കില്ല. കാരണം ഇതിൻ്റെ പുറകിൽ മനുഷ്യൻ കാണാത്തൊരു കാവൽ വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ദൂതൻ്റെ കാവലാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ മുട്ടുമടക്കിയാൽ അനർത്ഥത്തെ ഒഴിവാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ രാത്രി വിളിച്ചു പറയുന്നു, കടൽ കലി തുള്ളി ഇരമ്പി കയറിയാലും അത് ബീച്ചിനെ ഭേദിച്ച് മണൽത്തിട്ടകളെ തകർത്ത് പട്ടണങ്ങളെ വിഴുങ്ങാൻ അനുവദിക്കാത്തത് മനുഷ്യൻ്റെ കരത്തിൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ അദൃശ്യ ദൂതന്മാർ ഇതിൻ്റെ പുറകിൽ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ആത്മാവിൽ പറയണം, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ പിശാച് കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ അദൃശ്യ കാവൽ ഇതിൻ്റെ പുറകിലുണ്ട്. ശ്രദ്ധിക്കണേ, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരമെന്നറിയപ്പെടുന്ന ലൂസിയാന എവിടെ? ലൈംഗിക അരാജകത്വം തുടികൊട്ടിയ ന്യൂ ഓർലിയൻസ് എവിടെ? ശ്രദ്ധിച്ചു കേൾക്കുക. കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. പ്രളയം തകർത്ത തലമുറയെ വിഴുങ്ങാൻ കാരണം ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ തിരിച്ചോർത്തുകൊള്ളുക, അതിക്രമം നിറഞ്ഞ ഭൂമിയെ നിന്റെ പുറകിൽ മരണത്തിന്റെ കാലശക്തി വരുന്നു. സ്തോത്രം പറയാൻ വരില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും നിരപരാധികളുടെ ചോര ഒഴുകുകയും ചെയ്യുന്ന മണ്ണിനോട് കണക്ക് തീർക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രകൃതിയുടെ പുറകിൽ എഴുന്നേൽക്കുന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ആത്മാവിൽ പറയുന്നു, അതിന് മുൻപ് കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങും. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. സ്തോത്രം. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇനിയും കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ. എന്നാൽ ഒരു വാക്യം നിങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം വേഗം വായിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 37:9 വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇയ്യോബ് 37:9 വായിച്ചാട്ടെ. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. നിങ്ങൾ ഓർക്കണം, കാലാവസ്ഥയുടെ മാറ്റം. സ്തോത്രം. അതിഭീകരമായ വിധത്തിൽ 36 ഡെഡ് ബോഡികൾ വയനാട് വനമേഖലയിലൂടെ പൊത്തുപാറ വരെ ഒഴുക്കിയെത്തിയപ്പോ ആ കൊടിയ ദുരന്തം കേരളത്തിൽ ആരംഭിക്കും, ഇത് ആവർത്തിക്കപ്പെടുമെന്ന് പറയുമ്പോൾ കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടിട്ട് ആമേൻ പറയണം. കൊടുങ്കാറ്റും വരുന്നു. വായിച്ചാട്ടെ, വായിച്ചോ.
ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു. അവൻ കാർമേഘത്തെ ഈരം കൊണ്ട് കനപ്പിക്കുന്നു. എന്റെ ദൈവമാണ് കാലാവസ്ഥയിൽ കാർമേഘത്തെ ഉണ്ടാക്കുന്നത്. വായിച്ചാട്ടെ. തന്റെ മിന്നലുകളുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം കൽപ്പനപ്രകാരം അത് ചുറ്റി സഞ്ചരിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറയാമോ? പോരാ, ഒന്നും കൂടെ ശബ്ദം ഉയർത്തി. എൻ്റെ ദൈവം കാലാവസ്ഥയോട് കൽപ്പിക്കുന്നതൊക്കെ ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കാലാവസ്ഥയ്ക്ക് മീതെ പ്രകൃതിയെ ദൈവം നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എൻ്റെ ദൈവം അറിയാതെ കാലാവസ്ഥ ചലിക്കില്ല. അത് ബോധ്യമുള്ള ദൈവമക്കളെ രാത്രി സ്തോത്രം പറയുക മാത്രമല്ല, വെളിപ്പാട് 7:1 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. ആകാശത്തിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. സമുദ്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ദൂതനോട്, അങ്ങനെയാണെങ്കിൽ കടലിനെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദൂതനാണ്. സൂര്യനിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതനോട് 9,30,00,000 മൈൽ പുറത്തു നിന്ന് കത്തിജ്വലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യൻ്റെ താപത്തെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദൂതനാണ്. അവൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതിനെ വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ ഇതിനെ സംരക്ഷിക്കുന്ന കരമാണ് ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമെങ്കിൽ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പുറകിൽ ഈ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ കണക്ക് തീർക്കപ്പെടും. തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുയരാൻ തുടങ്ങുകയാണ്. അങ്ങനാണെങ്കിൽ ദുഷ്ടത ഈ ഭൂമിയിൽ പെരുകിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം ഈ പ്രകൃതിയിലെ മനുഷ്യ കുലത്തെ തുടച്ചു മാറ്റാൻ കരമുയർത്തി. നിങ്ങൾ ഓർക്കണം, അമ്മൂമ്മ കഥയല്ല, ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും പറയുകയല്ല ഇവിടെ. കോട്ടയം പുഷ്പരാജിന്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷൻ അല്ലിത്. കുഞ്ചിക്കുറിപ്പും ഫലിത ബിന്ദുവും ഡാക്കിനി അമ്മൂമ്മയും പറയാനല്ല ഞാൻ ഈ രാത്രി ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ വചനം ഉറപ്പായി പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും പ്രകൃതിയെ കൊണ്ട് എൻ്റെ ദൈവം മനുഷ്യകുലത്തോട് കണക്ക് തീർക്കും. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് നിങ്ങളുടെ ഉള്ളിലോട്ടൊന്നാകണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകുമെന്നോ. ബഥാനിക്കും ബത്ഭാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരുശലേമിലേക്ക് എത്തിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ തനിക്കെന്താണോ ഇവിടെ അധികാരം എന്ന് ചോദിച്ച് അവർ പുറത്താക്കുകയാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ അവിടുന്ന് യെരുശലേം ദൈവാലയത്തോട് വിട പറഞ്ഞ് ദേവാലയത്തിൻ്റെ മറുവശത്ത് ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ചെങ്കൽവിള വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പവിത്ര പാദ സ്പർശനത്താൽ കിഴക്ക് പടിഞ്ഞാറായി 2ആയി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരും കൂടെ നടന്നു നീങ്ങുകയാണ്. അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരുശലേം ദൈവാലയത്തിന്റെ താഴികക്കുടത്തിൽ തട്ടിത്തലോടി കനക കമ്പളം പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ദൈവാലയത്തിന്റെ ശില്പഭംഗിയിലേക്ക് കണ്ണുടക്കി ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നോക്ക് എത്ര സുന്ദരം. ഞാൻ പറയട്ടെ, പുറത്തെ ഭംഗിയല്ല ദൈവത്തിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. പുറത്ത് എത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് വിശുദ്ധിയില്ലെങ്കിൽ അടിത്തറ തകർക്കുന്ന കരമാണ് നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമെന്ന് മറക്കരുത്. പരസ്യ ജീവിതത്തിൻ്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു കരം ഇതിന് പുറകിൽ ചലിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കരം പറഞ്ഞു, അതൊക്കെ ഈ കാണുന്നില്ലയോ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു. ഈ ദുരന്ത കാലഘട്ടത്തെക്കുറിച്ച് എപ്പോൾ സംഭവിക്കുമെന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, ആ നാളും നാഴികയും എന്ന് പറഞ്ഞാൽ ആ ഡേറ്റും ആ മണിക്കൂറും സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുസഭ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്?
ദൈവത്തിൻ്റെ തിരുസഭ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിക്കിയ വിശ്വാസ പ്രമാണം അറിയാൻ കഴിയാത്ത ക്രൈസ്തവരാരും ഇതിനകത്തില്ല. അതിൻ്റെ അവസാന ഭാഗത്ത് എന്താ അവസാനിപ്പിച്ചിരിക്കുന്നത്? സ്തോത്രം. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനല്ലേ? കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദിക്കും നാൾ. എന്താ? നിന്റെ മഹത്വം ഉദിക്കും നാൾ. ഏത് ദിവസം? യേശുവിന് മടങ്ങി വരവ്. അതിന്ന് രാത്രിയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കാത്തിരിക്കുന്നവർ മാത്രമല്ല, അവിടെ ചേരാൻ കൊതിക്കുന്ന ദൈവമക്കളാണ്. അവരെ കണ്ടാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം. മടങ്ങി വരവ് കൊതിക്കുന്ന ദൈവമക്കളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ പറയണം, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവും അടുത്തു വരികയാണ്. എന്താണ് നോഹയുടെ കാലം? ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. എന്നോടൊപ്പം വേഗം ഇതിന് വചനത്തോടൊപ്പം വരേണ്ടതുണ്ട്. മോട്ടില നെഹ്റുവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിൻ്റെ അർത്ഥം? എബ്രഹാം ലിങ്കന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിൻ്റെ അർത്ഥം? സ്വാമി വിവേകാനന്ദന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിൻ്റെ അർത്ഥം? മോട്ടില നെഹ്റുവോ എബ്രഹാം ലിങ്കനോ സ്വാമി വിവേകാനന്ദനോ ഒന്നുമല്ല വിഷയം. അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെ സംസ്കാരമാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിൻ്റെ അർത്ഥം? അവർ ജീവിച്ച കാലത്തിന്റെ സംസ്കാരം മടങ്ങി വരും. ശ്രദ്ധിക്കൂ, നോഹ ജീവിച്ച കാലത്തിന്റെ സംസ്കാരം ഇവിടെ മടങ്ങി വരുമോ? ബൈബിളിലെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ അതിക്രമം പെരുകുകയാണ്. ഞാൻ അതിക്രമങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞാൽ സമയം പോകും, നാം തരിച്ചു പോകും. അസ്ഥി കോച്ചും മാംസം മരവിക്കും. അത്ര കൊടിയ മ്ലേച്ഛതകൾ ഇവിടെ കൂടിപ്പെയ്ത്തായി ഇരമ്പി ഇറങ്ങുകയാണ്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഇതിനു മുൻപിൽ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്നവരല്ല. ഈ തലമുറയിൽ ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം. രാവിലത്തെ വർത്തമാന പത്രത്തിലെ അതിക്രമങ്ങൾ വിശകലനം ചെയ്യാനല്ല പാസ്റ്റർ രാജു മേത്രയെ എൻ്റെ ദൈവം ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത്. കാൽവറിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണെങ്കിൽ ഈ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ആത്മാവിൽ പറയണം, അതിക്രമം നിറയുന്ന ഈ ഭൂമിയിൽ നോഹയുടെ പ്രളയം ആവർത്തിക്കുന്ന പോലെ എന്റെ ദൈവത്തിന്റെ വിധി പറന്നിറങ്ങാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലക്ഷണം ദൈവമക്കൾ കാണണം. നോഹയുടെ കാലം പോലെ നോഹയുടെ കാലത്തിലേക്ക് നമ്മളൊന്ന് വരികയാണ്. നോഹയുടെ അപ്പന്റെ പേര് നിങ്ങൾക്കറിയാമോ? ലാമേക്ക്. ലാമേക്കിന്റെ അപ്പന്റെ പേരറിയാമോ? മെതുശലേഹ്. മെതുശലേഹിന്റെ അപ്പന്റെ പേരറിയാമോ? ഹാനോക്ക്. ഹാനോക്കിന്റെ അപ്പൂപ്പന്മാരിൽ ആദ്യത്തെ അപ്പച്ചന്റെ പേര് പറയാമോ? ആദ്യത്തെ അപ്പച്ചന്റെ പേര്? നമ്മുടെ എല്ലാം അപ്പൻ ഒറ്റ അപ്പനാന്നേ. ചിലർ ഈ തറവാടിന്റെ മഹത്വം പറയാറുണ്ട്. എന്തിനാണോ തറവാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഒഴിയാത്ത മൂത്രപിണ്ഡവും സ്തോത്രം ദുർഗന്ധം വമിക്കുന്ന ആന്തരിക അവയവങ്ങളുമായി നടക്കുന്ന ഇരുകാലി മൃഗം എന്നതിൽ കവിഞ്ഞ് എന്തോ പുകഴാനാ ഉള്ളത്. മനസ്സിലായില്ല? സ്തോത്രം. ചില ആൾക്കാർ പറയാറുണ്ട്, ഏതാ കുടുംബമെന്ന് അറിയാമോ? അറിയാം. അമ്മ മോഷ്ടിച്ചു, മോഷണം അതിൽ അപ്പന് കൊണ്ട് കൊടുത്തു. മൂത്ത ചെറുക്കൻ ഇളയ ചെറുക്കനെ തല്ലിക്കൊന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. അയ്യോ, സ്തോത്രം വന്നില്ല. മനസ്സിലായോ? അമ്മ മോഷ്ടിച്ചു, അപ്പന് കൊണ്ട് കൊടുത്തു മോഷണ മുതൽ. അപ്പനും അമ്മയും കൂടെ മോഷണ മുതൽ കഴിച്ചു. ഒടുവിൽ മൂത്ത ചെറുക്കനെ ഇളയ ചെറുക്കനെ തല്ലിക്കൊന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളാണ് തറവാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം.
എന്നാൽ ഒറ്റ മഹത്വമേ എനിക്ക് പറയാനുള്ളൂ. ക്രൂശിന്റെ ചുവട്ടിൽ നിത്യതയുടെ ദർശനം പ്രാപിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ജീവിതത്തിന്റെ മഹത്വമെന്ന് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, എനിക്ക് പ്രശംസിക്കാനുള്ള ഒരു കുടുംബ നിലവാരമുണ്ടെങ്കിൽ അത് നിത്യതയുടെ ദർശനമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ അപ്പൻ ആദം, ആദ്യത്തെ അമ്മ ഹൗവ, ഇദ്ദേഹത്തിന് 2 മക്കൾ. ആര് ആര് സഹകരിക്കുന്നേ? ആര്? ഹാബേലും കയീൻ ഹാബേലും. കയീൻ ഹാബേലും. ഒരുത്തനെ കൊന്നു. ആരെ കൊന്നു? ഞാൻ നിങ്ങളൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ. നിത്യതയുടെ തങ്കത്തരി വീഥിയിലേക്ക് സ്വർഗത്തിന്റെ വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് മനുഷ്യകുലത്തിൽ നിന്നും ആദ്യമായി പറുദീസയിൽ പറന്നു കയറിയ വിശുദ്ധന്റെ പേര് പറയാമോ? മനസ്സിലായില്ലേ? നിത്യതയിൽ ആദ്യമെത്തിയ ഒന്നാമത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? ഹാബേൽ. സ്വന്തമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു കുടുംബജീവിത സ്വപ്നം കണ്ടോ? അല്ല. സ്വന്തം കട്ടിലെ കയറി കിടന്നാന്നോ ചത്തേ? വായുകുളിയെ പിടയ്ക്കുന്ന സമയം വായിൽ ഉരച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സ്വന്തം സാക്ഷ്യം, സ്വന്തം രക്തം കൊണ്ട് മുദ്ര വെച്ച് കയ്യിൽ കറപറ്റാതെ ആ വിശുദ്ധൻ നിത്യതയിലെത്തി. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കായീനെ കൊല്ലാതിരിക്കാൻ എൻ്റെ ദൈവം അവൻ്റെ നെറ്റിയിൽ ഒരടയാളം വെച്ചു. അവൻ ഒരു പട്ടണം പണിതു. അവൻ്റെ തലമുറയ്ക്ക് അവൻ്റെ മക്കളുടെ പേര് പട്ടണത്തിന് കൊടുത്തു. നിങ്ങൾ ഓർക്കണം, യഹോവ നിസീന്ന് എബനേസർ ഒന്നുമല്ല, മോന്റെ പേര് പട്ടണത്തിന് കൊടുത്തു. ഞാൻ 2 പേരെ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നു. ഒന്ന്, കയ്യിൽ കറപറ്റാതെ ആദ്യ രക്തസാക്ഷിയായി പറുദീസയിലെത്തിയ വിശുദ്ധനായ ഹാബേൽ. മറ്റൊന്ന്, ചെകുത്താന്റെ സന്തതി, പിശാചിന്റെ മകൻ എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്ന കയീൻ. ഇതിൽ ഈ ഭൂമിയിൽ സമൃദ്ധി അനുഭവിച്ചവൻ ഹാബേലായിരുന്നോ കയീനായിരുന്നോ? വിശ്വാസികളുടെ സ്തോത്ര കാഴ്ച കൊണ്ട് കോടീശ്വരന്മാരായ വെള്ളക്കാരുടെ പ്രസംഗത്താൽ, അതേ, സഭകളെ വളർത്തി പരിചയമുള്ള ഒരുപറ്റം ആളുകൾ സമൃദ്ധിയുടെ പ്രസംഗകരായി മാറുമ്പോൾ എൻ്റെ ദൈവം അനുവദിക്കുന്ന ഏത് പരിശോധനയ്ക്കകത്തും നിത്യതയുടെ വഴി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, കായീന്റെ സമൃദ്ധിയേക്കാൾ ഹാബേലിന്റെ നിർമ്മലതയാണ് എനിക്ക് വലുത് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന് വരികയാണ്, ഉൽപ്പത്തി പുസ്തകം 4:25 മുതൽ. പെട്ടെന്ന് വരണേ, നമുക്കൊരുമിച്ച് നോഹയുടെ കാലത്തിലേക്കൊന്ന് വരണം. പെട്ടെന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 4:25 വായിച്ചാട്ടെ. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. വായിച്ചോ. ആദാമിന്റെ വംശപാരമ്പര്യമാവത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കും. 4:25 മുതൽ 4:16 മുതലാണ് വായിച്ചത്. 4:16. കയീൻ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരദ് ജനിച്ചു. ഈരദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശലേമിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേര്.
ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. അടുത്ത വാക്യം കൂടെ. സില്ല തൂബൽ കയ്യിനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കയ്യിന്റെ പെങ്ങൾ നയമ ലാമേക്ക് തന്റെ ഭാര്യമാരും. ഒന്ന് കരമുയർത്തി ഇതിന് സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ ശബ്ദമുയർത്തി ശക്തിയോടെ. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആ വംശാവലിയിലേക്ക് നിങ്ങളിത് കൊണ്ടുവരിക. ഇതെന്താണെന്ന് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം. പണ്ടൊരിക്കൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പാസ്റ്ററേ നിൽക്കണേ ഒരു സംശയം ചോദിക്കാനാ എന്ന് പറഞ്ഞ് അടുത്തുകൂടി. ആ ഗുണമാകാനുള്ള ഉദ്ദേശമാണെന്ന് വിചാരിച്ച് ചെവി കൊടുത്തപ്പോൾ ഇദ്ദേഹം ചോദിക്കുക, അല്ല കഴിഞ്ഞ 1.5 മണിക്കൂറായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കായീന് ഭാര്യ എവിടുന്ന് കിട്ടി? അപ്പം ഇത്രയും നേരം പ്രസംഗിച്ചപ്പം വല്ലോൻ്റെയും ഭാര്യയുടെ കാര്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എടാ വകയിൽ ഒരു പെങ്ങളാന്ന് വിചാരിച്ച ആ വിഷയം കള. അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാത്രി പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് കയറണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നോഹയുടെ അപ്പൻ ലാമേക്കിന്റെ അപ്പൻ മെതുശലേഹിന്റെ അപ്പൻ ഹാനോക്ക്. ഈ ഹാനോക്ക് എത്രാം ജനറേഷനിൽപ്പെട്ട ആളായിരുന്നു അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നൊരു വാക്യം ഞാൻ ഉദ്ധരിക്കാം. യൂദയുടെ പുസ്തകം 15-ാം വാക്യത്തിലുണ്ട്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം, ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്താൻ 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് അവരെ കുറിച്ച് പ്രവചിച്ചു. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഹാനോക്കിന്റെ മകൻ, മെതുശലേഹിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ നോഹ ജീവിച്ച കാലത്തിന്റെ സംസ്കാരം ഹാനോക്കിന്റെ കാലത്തിന്റെ സംസ്കാരമായിരുന്നു. ആരുടെ സംസ്കാരമായിരുന്നു? ഹാനോക്കിന്റെ കാലത്തിന്റെ സംസ്കാരം. അപ്പോൾ 7-ാം ജനറേഷൻ, ആദ്യത്തെ മകൻ ആദമിന് കായീന്റെ സഹോദരൻ ഹാബേൽ കൊല്ലപ്പെട്ട സ്ഥാനത്ത് ശേത്തിനെ ദൈവം നൽകി. അപ്പോൾ 1-ാമത്തെ അപ്പൻ ശ്രദ്ധിക്കുക, ആദം. 2-ാമത്തെ അപ്പൻ ശേത്ത്. 3-ാമത്തെ അപ്പൻ ഏനോശ്. 4-ാമത്തെ അപ്പൻ കേനാൻ. 5-ാമത്തെ അപ്പൻ മഹലേൽ. 6-ാമത്തെ അപ്പൻ യാരദ്. 7-ാമത്തെ അപ്പൻ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. അപ്പോൾ ആദമിൻ്റെ ശേത്ത് വഴിയുള്ള 7-ാമത്തെ തലമുറയിൽ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ട ഒരു ഹാനോക്ക്. ആ ഹാനോക്കിനൊരു മകൻ ജനിച്ചു, അത് മെതുശലേഹ്. അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു, അത് ലാമേക്ക്. അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു, അത് നോഹ. അപ്പൊ നോഹയുടെ കാലം പഠിക്കാൻ നോഹയുടെ അപ്പൻ, ലാമേക്കിന്റെ അപ്പൻ, മെതുശലേഹിന്റെ അപ്പൻ ഹാനോക്കിന്റെ കാലം പഠിക്കണം. ഈ 7-ാം തലമുറയിൽ കായീന്റെ തലമുറ ആരായിരുന്നു? ശ്രദ്ധിക്കൂ. 1-ാമത്തെ അപ്പൻ ആദം, 2-ാമത്തെ അപ്പൻ കായീൻ, 3-ാമത്തെ അപ്പൻ ഹാനോക്ക്, 4-ാമത്തെ അപ്പൻ ഈരാദ്, 5-ാമത്തെ അപ്പൻ മെഹൂയേൽ, 6-ാമത്തെ അപ്പൻ മെതുശേൽ, 7-ാമത്തെ അപ്പൻ ലാമേക്ക്. അങ്ങനെയാണെങ്കിൽ ആദമിനെ കായീൻ വഴി ജന്മം കൊടുത്ത 7-ാമത്തെ പിതാവ് ലാമേക്കാണ്. അപ്പോൾ തന്നെ ഓർക്കണം, 2-ാമത്തെ മറ്റൊരു ജനറേഷൻ ഉണ്ട്. കൊല്ലപ്പെട്ട ഹാബേലിന്റെ സ്ഥാനത്ത് ദൈവം കൊടുത്ത ശേത്ത്. അദ്ദേഹത്തിന്റെ മകൻ ഏനോശ്, അദ്ദേഹത്തിന്റെ മകൻ കേനാൻ, അദ്ദേഹത്തിന്റെ മകൻ മഹലേൽ, അദ്ദേഹത്തിന്റെ മകൻ യാരദ്, അദ്ദേഹത്തിന്റെ മകൻ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. ചിത്രീകരിക്കാം. ലാമേക്ക് എന്നവൻ കായീന്റെ കൊച്ചുമകൻ ഒരിടത്ത് പറന്ന് പന്തലിച്ച് കിടക്കുക. ഹാനോക്ക് എന്നയാൾ മക്കളും കൊച്ചുമക്കളുമായി പറന്ന് പന്തലിച്ച് കിടക്കുക. 10 ലക്ഷത്തോളം വരുന്ന ജനത. ഈ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ പ്രഭാഷണത്തിൽ കർത്താവിന് മടങ്ങിവരവ് വിഷയമായിരുന്നു. പക്ഷേ പരിഹസിച്ച ഒരു തലമുറ, ചേട്ടന്റെ കൊച്ചുമക്കൾ അപ്പുറത്ത് താമസിക്കുക, അത് ലാമേക്കിന്റെ വീട്ടുകാരാ. ലാമേക്ക് ഒരു ഭാര്യ എടുത്തെന്നല്ല, നോഹയുടെ കാലം പ്രളയം മൂടാൻ പോവുക, തലമുറയ പ്രളയം നക്കിത്തുടയ്ക്കാൻ പോവുക. അതിന് തൊട്ട് മുൻപ് നോക്കണം, ഒരു ഭാര്യയെ പോരാ,
ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരെ ജീവിത പങ്കാളികളാക്കുന്ന ലിവിങ് ടുഗദറിൻ്റെ കാലമായിരുന്നു നോഹയുടെ കാലം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയുടെ, അഞ്ചാമത്തെയോ ആറാമത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ പെരുകുന്ന ഈ കാലത്ത് കോടതി പറയുന്നതല്ല ദൈവമക്കളുടെ ആപ്തവാക്യം, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, വേദപുസ്തകം പറയുന്നതാണ്. ഒരു ദൈവവൈതലിൻ്റെ ആപ്തവാക്യമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരേ സമയം ഒന്നിലധികം ജീവിത പങ്കാളികളെ സ്വന്തമാക്കിയ മ്ലേച്ഛത അരങ്ങ് തകർക്കുന്ന കാലം. ഡിവോഴ്സുകളും റീമാരേജുകളും ദൈവസഭയ്ക്കകത്തു പോലും കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, ലൈംഗിക അരാജകത്വം ആ തലമുറയെ മൂടി. ഇനി നിങ്ങൾ ഓർക്കണം, ആദ എന്ന ഒരുത്തിയുടെ പേര് അഡോൺ എന്നാണ്, അലങ്കൃത. സില്ല എന്ന അടുത്തവളുടെ പേര് ട്വിങ്ക്ലിംഗ് എന്നാണ്, തിളങ്ങുന്നവൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണിന് അലങ്കൃതയെ, അവൾ ബ്യൂട്ടി പാർലർ വഴിയാ വരവ്. ആര്? ഈ പെങ്കൊച്ച്. തിളങ്ങുന്നവളെ, അലങ്കൃതയെ കൂട്ടിക്കൊണ്ട് കുറേ നാൾ നടന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതേ വരുന്നു അലങ്കൃത. അത് കഴിഞ്ഞ് തിളങ്ങുന്നവൾ. അലങ്കൃതയെ മാറ്റി തിളങ്ങുന്നവളെ കൂട്ടി. ഏതായാലും രണ്ടുപേരും കൂടെ ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തകർന്ന മ്ലേച്ഛതയിൽ ആരംഭിച്ച ലിവിങ് ടുഗദറിൽ വിശുദ്ധ വിവാഹ ബന്ധത്തിന് വേണ്ടി അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതല്ല, ഇത് കണ്ണിൽ കണ്ട സൗന്ദര്യത്തിൽ സ്വന്തമാക്കിയതാ. ഈ മ്ലേച്ഛ ലൈംഗിക രാജകത്വത്തിൽ കുടുംബജീവിതം തുടങ്ങിയ അവിഹിത സന്തതി വല്ലതും ഞൊണ്ടനോ പൂക്കണ്ണനോ മുച്ചിറിയനോ ദാരിദ്ര്യത്തിന്റെ കുപ്പക്കൂനയിൽ ആയോ. ഒരുത്തൻ ഫാം നടത്തുന്നു, പശുക്കളുടെ ബ്രീഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിന്റെ ഉടമസ്ഥനായി ഒരുത്തൻ മാറി. അടുത്തവൻ ഖനിയുടെ ഓണറായി. മറ്റവൻ, ദൈവത്തിന് സ്തോത്രം, വേണു വീണയും കീബോർഡിന്റെ അപ്പൂപ്പനായി. ദൈവമക്കൾ, ഇന്ന് രാത്രി ആ തലമുറയിലെ കായിന്റെ ചോരക്കൊതിയന്റെ വീട്ടിലോട്ട് നോക്ക്. ഒരുത്തൻ ഖനിയുടെ ഓണർ, മറ്റവൻ കമ്പ്യൂട്ടറിന്റെ തലപ്പത്തിരിക്കുന്നവൻ, മറ്റൊരുത്തൻ പശുപാമിന്റെ ഓണർ. ഒരു പെങ്കൊച്ചിന്റെ പേര് നയമ, അവൾ ബ്ലസ്ഡ് ആണ്, അനുഗ്രഹിക്കപ്പെട്ടവളാ. അങ്ങനെ സൗന്ദര്യത്തിൽ തികഞ്ഞ, ബഹുഭാര്യത്വത്തിൽ മുൻപോട്ട് നീങ്ങിയ, അരാജകത്വത്തിൽ നീങ്ങുന്ന ഒരു തലമുറ. അതിന് നടുവിൽ അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. ആ ദൈവദാസൻ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക, അദ്ദേഹത്തിന്റെ മുറിക്കകത്ത് ദർശനം വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയട്ടെ, കായിന്റെ കൊച്ചുമക്കളുടെ വീട്ടിൽ ഉയരുന്ന ഖനിയുടെ ഉടമസ്ഥതയുടെയും കമ്പ്യൂട്ടറിസ്റ്റുകളുടെ തലച്ചോറിൻ്റെയും സൗന്ദര്യത്തെക്കാൾ കാൽവറി ക്രൂശിലെ ദർശനത്തിലൂടെ ഹാനോക്കിന്റെ മുറിക്കകത്ത് വ്യാപരിക്കുന്ന വെളിപ്പാടാണ് എൻ്റെ കുടുംബത്തിന് വലുത് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പറയണം, സമൃദ്ധി ഒത്തിരി അനുഭവിച്ചില്ലെങ്കിലും പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ മുട്ടിന്മേലിരിക്കാൻ എൻ്റെ തലമുറ ദൈവം അനുഗ്രഹിച്ച് തന്നാൽ അതാണ് ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിന് ശബ്ദം ഉയർത്തി, ഓ രക്തത്താൽ ജയം പോരാ പോരാ പോരാ, ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. നിന്റെ മക്കൾ പശുഫാം നടത്തിയില്ലെങ്കിലും, നിന്റെ മക്കൾ ഖനിയുടെ ഓണറായില്ലെങ്കിലും, നിന്റെ മക്കൾ കമ്പ്യൂട്ടറിന്റെ തലപ്പത്തെത്തിയില്ലെങ്കിലും, ഇന്ന് രാത്രി കൃപയിൽ നിറഞ്ഞ് നിന്റെ കൂടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കാൻ ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പറയണം, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ മുറിക്കകത്ത് വ്യാപരിച്ച ദർശനമാണ് കോടിപതികളായ കായിന്റെ കൊച്ചുമക്കളുടെ സമൃദ്ധിയേക്കാൾ എനിക്ക് വലുത് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കട്ടെ. ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആദമിൻ്റെ മകൻ, കായിൻ്റെ മകൻ, ഹാനോക്കിൻ്റെ മകൻ, യാരദിൻ്റെ മകൻ, മെഹുയേലിൻ്റെ മകൻ, മെതിശിയേലിൻ്റെ മകൻ, ലാമേക്കിൻ്റെ മക്കളിൽ രണ്ട് ഭാര്യമാരിൽ പിറന്ന് വീണ ഖനിയുടെ ഓണേഴ്സും വീണയും വേണുവും സൃഷ്ടിച്ചവരുടെ തലച്ചോറുള്ള ബുദ്ധി കേന്ദ്രവുമായവരുടെ ഒറ്റ കുഞ്ഞിക്കാല് ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ
ശേത്തിന്റെ മകൻ ഏനോശിന്റെ മകൻ കേനാന്റെ മകൻ മഹലേലിന്റെ മകൻ യാരദിന്റെ മകൻ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ മകൻ ലാമേക്ക് മെതുശലേഹിന്റെ മകൻ ലാമേക്കിന്റെ മകൻ നോഹയുടെ മകൻ അബ്രഹാമിന്റെ കൊച്ചുമക്കളെ ഇന്ന് രാത്രിയും പലസ്തീനിൽ ശേഷിപ്പിച്ച ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഇവിടെ കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്കൊരു ദൂതുണ്ട്. ഒത്തിരിയൊന്നും വെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലും തലമുറകൾക്ക് ദൈവകൃപ കൈമാറ്റം ചെയ്യാൻ നിന്റെ മേൽ ഭാഗ്യം ലഭിച്ചാൽ അത് ജീവിതത്തിന്റെ ധന്യതയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ കരം ചലിപ്പിച്ച് ആത്മാവിൽ ശബ്ദം ഉയർത്തി പറയണം, ആ കാലം വന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി സ്വർഗം ഇതിനു മീതെ തുറന്നു നിൽക്കുകയാ. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാ. അഭിഷേകത്തിന്റെ തൈല നദി ഇവിടെ ഒഴുകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിങ്ങൾക്ക് ലഭിച്ച തലമുറകളെ കുഞ്ഞാർജ രക്തത്തിൽ മുദ്രയിടണം. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വിശുദ്ധി നഷ്ടപ്പെടുത്തി ലോകത്തെ പാപത്തെ പാല് പോലെ കുടിച്ച് മീഡിയ സംസ്കാരത്തിൽ പിറന്നു വീണ ഒരു ജനറേഷനേക്കാൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ എൻ്റെ തലമുറയായി മാറിയാൽ അതെൻ്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കുടുംബജീവിതത്തിന്റെ പവിത്രത തകർന്ന തലമുറ, ഇന്റലക്ച്വലായി കുതിച്ചുയർന്ന തലമുറ. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഹലോ, പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? പ്രളയം അടുത്തപ്പോൾ പെട്ടകത്തിൽ കയറാൻ എത്ര പേരുണ്ടായിരുന്നു? പറഞ്ഞാട്ടെ. ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറണം. എത്ര പേരുണ്ടായിരുന്നു? 80 പേരോ? 8 പേര്. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നോഹയുടെ അപ്പൻ അദ്ദേഹത്തിന് ലാമേക്കിന്റെ 777 വർഷം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മറ്റു മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നേ പെട്ടകം നിറയാൻ ആൾ കാണുകയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പൻ 969 വർഷം ജീവിച്ചിരുന്ന മെതുശലേഹിന്റെ മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടകം നിറയാൻ ആൾ കാണുകയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പൻ 365 വർഷം ജീവിച്ചിരുന്ന മെതുശലേഹിന്റെ മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടകം നിറയാൻ ആൾ കാണുകയില്ലായിരുന്നു. കായിന്റെ കൊച്ചുമക്കളുടെ കാര്യം വിട്, അശുദ്ധത നദി. എന്നാൽ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയ ശേത്തിന്റെ കൊച്ചുമക്കളിൽ ഈ പ്രമാണപ്രകാരം നിന്നവന്റെ തലമുറയിൽ 99.75 പ്രളയത്തിന് മുൻപ് പെട്ടകത്തിന് പുറത്തായി. പക്ഷെ വിരളയിൽ എണ്ണാനുള്ളവർ മാത്രമേ പെട്ടകത്തിനകത്തുള്ളായിരുന്നെങ്കിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് അടുക്കുമ്പോഴും പെന്തക്കോസ്തിൻ്റെ പേരിൽ ഇറങ്ങിത്തിരിച്ചവരിൽ ഉൾപ്പെടെ 99% പെട്ടകത്തിന് പുറത്ത് കഴിയുമ്പോൾ കൃപയിൽ നിൽക്കുന്ന ഒരു ചെറിയ സംഘത്തെ ഇതിനകത്ത് നിത്യതയ്ക്കായി എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ആ ചെറിയ സംഘത്തിൽ എനിക്കും കാണണം. എത്ര ദൈവമക്കളുടെ നാവിൽ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരും. ഒരു വാ പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്. രക്തത്താൽ ജയം. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അസാധാരണമാണ്. നിന്റെ ശിരസിൽ വ്യാപരിക്കുന്ന അഭിഷേകം അസാധാരണമാണ്. യേശുവിൻ്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി കൺവെൻഷന്റെ ആദ്യ രാത്രി തന്നെ ഒരു മേഘം പോലെ ഇതിനെ മീതെ നിഴൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിവ്യാപാരം ഇതിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കൾ ചില ശരീരങ്ങൾ അനുഭവിച്ചറിയുക. മുൾപ്പടപ്പിനെ കത്തിച്ച് ചാമ്പലാക്കാതെ മുൾപ്പടപ്പിനെ ചുറ്റിപ്പിണയുന്ന ഒരു അഗ്നി പോലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിന്റെ ശരീരത്തെ വസിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി നിന്റെ അധരങ്ങളുടെ മേൽ അധികാരമായി വ്യാപരിക്കുകയാണ്. ഒരു പൈശാചിക ശക്തികൾക്കും ബന്ധിക്കാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിന്റെ പ്രത്യേക ചൈതന്യം ഒരു നദി പോലെ ഈ ഗ്രൗണ്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചില വ്യക്തികളുടെ കണ്ണ് തുറക്കുകയാണ്. കായിന്റെ കുടുംബത്തിനകത്ത് ഉയരുന്ന സമൃദ്ധിയേക്കാൾ ഹാബേലിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന, ഹാനോക്കിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന, ഉടലോടെ എടുക്കപ്പെട്ട ഭക്തന്റെ തലമുറയിൽ വ്യാപരിച്ച ദൈവകൃപ എൻ്റെ തലമുറയിൽ വ്യാപരിക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. കായിന്റെ തലമുറ മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ മുഴുവൻ ജനറേഷനും ഒരു തലമുറ പ്രളയത്താൽ നക്കി തുടച്ചപ്പോൾ 8 പേർ മാത്രം പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് പോലെ നോഹയുടെ കാലം പോലെ തന്നെ കർത്താവിന് മടങ്ങി വരവിൽ സംഭവിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങും. ഇനിയും അടയാളം മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ ആളില്ലാത്ത കാലം. അവരുടെ കൺമുൻപിൽ ഒരു അടയാളമുണ്ട്. നമ്മുടെ കൺമുൻപിൽ ഒരടയാളം നിൽക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
യഹൂദന്റെ മണ്ണിലേക്കുള്ള മടങ്ങിവരവും പലസ്തീൻ നാട്ടിലെ യുദ്ധ കോലാഹലങ്ങൾ കാണുന്ന ദൈവമക്കൾ തലകുനിച്ചിരിക്കേണ്ടവരല്ല. ആ തളുപ്പിന് നടുവിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ തിരുസഭയെ, കാഹളത്തിന്റെ നാദം കേൾക്കാൻ നേരമായി. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് പറ, ഞാൻ കൈവിടപ്പെടാൻ പാടില്ല. ശബ്ദം ഉയരട്ടെ. ആ വലത് കരങ്ങൾ ദൈവത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ ഈ രാത്രി ബലത്തോടെ തൊടുകയാണ്. അഭിഷേകത്തിൻ്റെ തൈല നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില വ്യക്തികളെ ആത്മാവിൽ ഉടച്ച് രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിന് നേരെ നാളെ നടത്താൻ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. മനുഷ്യന്റെ കൈ തൊടാതെ ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില വ്യക്തികളുടെ ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് ആത്മാവിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. ആത്മമണ്ഡലത്തിൽ അസാധാരണമായൊരു പകർച്ച ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവന്റെ പുസ്തകത്താളിൽ പേരെഴുതപ്പെട്ട ഒരു ചെറിയ സംഘത്തെ കൃപാസനം സംഘത്തിൽ എൻ്റെ ദൈവം ഇന്ന് രാത്രി ഒരുക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഈ രാത്രി ആ പെട്ടകം ഏതെന്നറിയാമോ? യേശു ക്രിസ്തുവാകുന്ന പെട്ടകമാണ്. ഈ രാത്രി അതിൻ്റെ കവാട തുറന്നു കിടക്കുകയാണ്. രക്തത്തിൻ്റെ കഴുകൽ പ്രാപിച്ച ആ പെട്ടകത്തിൽ ഓടിക്കയറിയ ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ തലമുറയിൽ കർത്താവ് വരും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ വിശുദ്ധ വേദപുസ്തകം ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ വെച്ച് കൊളുത്തി എന്ന് പറഞ്ഞാൽ നിനക്കിഷ്ടമില്ലെങ്കിലും സ്വർഗത്തിന്റെ യുദ്ധത്തിന്റെ ഗോദാവിലേക്ക് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി റഷ്യയെ നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പാർസികൾ, കൂശ്യർ, പുത്യർ, ഗോമേരും അവന്റെ സകല പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാ ഗ്രഹവും, പാർസി, പേർഷ്യ, ഇറാന്റെ നേതൃത്വത്തിൽ റഷ്യൻ പിന്തുണയിൽ ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും ബ്രിട്ടനും അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ഏറ്റുമുട്ടുന്ന ഒരു കൊടിയ യുദ്ധം മധ്യപൂർവ്വ മണ്ണിൽ നടക്കും. അവിടെ അണ്വായുധം ഉപയോഗിക്കും എന്ന് വരെ 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച വചനം കൈകളിലിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി തല ഉയർത്തിയിട്ട് പറയണം, ആ കാലം വരാൻ പോകുകയല്ല, ഇന്ന് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. കരമുയർത്തി സ്തോത്രം പറയാമോ? എന്താ കോവിഡ്? ഇന്നത്തെ പത്രത്തിലില്ലേ ആവർത്തിക്കാൻ വരുന്നെന്ന്? യെഹെസ്കേൽ 16 വീട്ടിൽ ചെന്ന് വായിക്കണം. ദേശം എന്നോട് പാപം ചെയ്താൽ ഞാൻ അവരുടെ നടുവിൽ മഹാവ്യാധി അയച്ച് എന്റെ കോപം രക്തരൂപേണ ജനത്തിന്മേൽ പകർന്നാൽ, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ അതിക്രമത്തിന്റെ ഭാഗമായി രക്തരൂപത്തിൽ പകരുന്നതാണ് ബൈബിളിന്റെ ഭാഷയിൽ കോവിഡ്. അങ്ങനെയാണെങ്കിൽ കാലം ഇനി അധികമില്ല. കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങും. ഞാൻ കൈവിടപ്പെടരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞേ. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. എല്ലാ ദൈവമക്കളുടെ കരങ്ങൾ കർത്താവിങ്കിലൊന്ന് ഉയർന്നിരിക്കട്ടെ. കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ കൺവെൻഷൻ്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്
പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ എത്രത്തോളം ശബ്ദമുയർത്തി യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് യേശുവേ എന്ന് ശബ്ദമുയർത്തി വിളിക്കാമോ, അത്രത്തോളം ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് അല്പ മിനിറ്റുകൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങുകയാണ്. അന്ധകാര ശക്തികൾ ബന്ധിച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ സ്വർഗം ഇന്ന് രാത്രി വിടുവിച്ചെടുക്കുന്ന രാത്രിയാണ്. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി ഇതിനുമേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചില പൈശാചിക ശക്തികൾ ഒരുക്കി വെച്ച നുഖങ്ങൾ ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി തകരാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി കുഞ്ഞാറിൻ്റെ ചോര കൊണ്ട് തീർത്ത കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയ ചില വീടുകൾ പോലെ ആത്മമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോഹയുടെ കാലം ഇനി അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ രാത്രി ദൈവമക്കൾ ഒന്നിച്ചൊന്ന് എഴുന്നേൽക്കണം. നമുക്കൊന്നിച്ചൊന്ന് പാടി ദൈവത്തെ ആരാധിക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻകിരിയുടെ കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ. നമുക്കിന്ന് രാത്രി കരങ്ങളടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള സമയമാണ്. നോഹയുടെ കാലം ഇഞ്ഞടുത്തു കഴിഞ്ഞു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കോപം രക്തരൂപേണ ഈ മണ്ണിൽ പതിഞ്ഞിറങ്ങുകയാണ്. നിത്യതയ്ക്കായി ഒരുപറ്റം ആളുകൾ ഇന്ന് രാത്രി ഒരുക്കപ്പെടണം. ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി ആരാധിക്കാം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ. മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണോ. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണോ. ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശ ഇൻപദീപമേ. യേശുവേ മണാളനേ പ്രത്യാശ ഇൻപദീപമേ. മൺമറഞ്ഞ സിദ്ധരു ജീവനോടിരിക്കും ശുദ്ധരു. അവൻ മൺമറഞ്ഞ സിദ്ധരു ജീവനോടിരിക്കും ശുദ്ധരു. പിന്നിൽ കാകളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്ന് വാനിൽ പോകുമേ. പിന്നിൽ കാകളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ നിന്ന് വാനിൽ പോകുമേ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ആമേൻ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ഏർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ട് സംഘത്തിൽ. ആവോൻ കിരീടകൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ. 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 ആമേൻ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും.
യേശുവേ മണാളനേ പ്രത്യാശ ദൈവമേ ആമേൻ യേശുവേ മണാളനേ പ്രത്യാശ ദൈവമേ എന്നാശ ഒന്ന് മാത്രമേ അങ്ങേ കാണുവാൻ തേജസ്സിൽ എന്നാശ ഒന്ന് മാത്രമേ അങ്ങേ കാണുവാൻ തേജസ്സിൽ എന്നാശ ഒന്ന് മാത്രമേ അങ്ങേ കാണുവാൻ തേജസ്സിൽ ഓ ഹല്ലേലൂയ എല്ലാ ദൈവമക്കളുടെയും നാവിൽ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും വായിൽ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ അല്പ മിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിക്കാട്ടെ. ആ പൊൻകിരിയുടെ കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുന്നു, മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുന്നു, മധ്യപൂർവ്വ പ്രദേശം കൊടിയ യുദ്ധങ്ങളിലേക്ക് നീങ്ങുന്നു. ഭൂമിയുടെ ഭീകരമായ തകർച്ചയ്ക്ക് വേണ്ടി കാലാവസ്ഥ സജ്ജമായി കൊണ്ടിരിക്കുന്നു. അടയാളം മുൻപിൽ നിൽക്കുമ്പോൾ വിശ്വസിക്കാൻ ആളില്ലാത്ത കാലം വന്നിരിക്കുന്നു. നിത്യതയുടെ പ്രസംഗകർ പരിഹസിക്കപ്പെടുന്നു. ഓ രക്തത്താൽ ജയം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങുന്നു, വിളിക്കപ്പെട്ടവരുടെ എണ്ണം 8 പേരായി ചുരുങ്ങുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ആളില്ലാത്തൊരു തലമുറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലിവിങ് ടുഗദർ വർദ്ധിക്കുന്നു, മ്ലേച്ഛതകൾ പെരുകുന്നു, ഭൂമി അതിക്രമം കൊണ്ട് നിറയുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നോഹയുടെ കാലം ഇഞ്ഞടുത്തു കഴിഞ്ഞു. നിത്യതയുടെ പെട്ടകത്തിൽ ഞാൻ കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു വശത്ത് കായിന്റെ കൊച്ചുമക്കളിൽ അവിഹിത ബന്ധങ്ങൾ, ലൈംഗിക അരാജകത്വങ്ങൾ, ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിക്കുന്ന സോദോമ്യ പാപങ്ങൾ വർദ്ധിക്കുന്നു. മറുവശത്ത് ശേത്തിന്റെ തലമുറയിൽ ഉടലോടെ എടുക്കാൻ പെടാൻ തുടങ്ങുന്ന ഹാനോക്കിന്റെ മുറിക്കകത്ത് ദർശനം വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി കരമുയർത്തി നിൽക്കുന്ന ദൈവമക്കളുടെ നടുവിൽ പറയട്ടെ, കായിന്റെ ഒറ്റ തലമുറയും ഇന്നീ ഭൂമിയിലില്ല. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഹാനോക്കിന്റെ ജനറേഷനെ ഈ തലമുറയിൽ ദൈവം സംരക്ഷിച്ചെങ്കിൽ കായിന്റെ കൊച്ചുമക്കളുടെ വീട്ടിലെ സമൃദ്ധിയേക്കാൾ ഹാനോക്കിന്റെ മുറിക്കകത്തെ ദർശനം എനിക്ക് മതി. എനിക്ക് നിത്യതയിൽ കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ 2 കരം ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി യേശുവേ എന്നിന്ന് രാത്രി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈ ദൂത് ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, 2019 ഒരു ചെറിയ പനിയിൽ തുടങ്ങിയതാ. പനി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് മോടെ കല്യാണം, മോന്റെ വിവാഹം, വസ്തു വീതം വെക്കുന്നത് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയവർ പ്ലാസ്റ്റിക് പൊതിഞ്ഞിറക്കിക്കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയായിരുന്നു കേട്ടോ. അയ്യോ, ദുരന്തം ഒരു തലമുറയെ നക്കി തുടച്ചു. കോവിഡ് കാലം കഴിഞ്ഞെത്തി നിൽക്കുന്ന നിങ്ങൾക്ക് നേരെ പരിശുദ്ധാത്മാ വിരൽ ചൂണ്ടി പറയുന്നു, ഇതാ അനർത്ഥം വരാൻ തുടങ്ങുന്നു. സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു. യേശുവിന്റെ രക്തക്കോട്ട ഈ രാത്രി നിന്നെ വലയം ചെയ്യാൻ ഇവിടെ വാദിച്ചുകൊണ്ട് നിൽക്കുന്നു. ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ സംരക്ഷിക്കാൻ ആ രക്തം സജ്ജമാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് പറയുന്ന ദൈവമക്കളെ വലുതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് നിത്യതയിൽ കാണപ്പെടണം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നോഹയുടെ കാലം ഞങ്ങളുടെ കൺമുൻപിൽ അടുത്തു വരുന്നു. പ്രളയജലത്തിന്റെ ഇരമ്പൽ ഞങ്ങളുടെ ചെവിയിൽ ഞങ്ങൾ കേൾക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറയുന്നു. ഒരു തലമുറ ദൈവത്തിന്റെ അഗ്നിപ്പൊയ്കയിൽ വെന്തരിയുന്ന ദിവസങ്ങൾ അടുക്കുന്നു.
ഈ ജനത്തെ കുഞ്ഞാടിന്റെ രക്തത്തിൽ ഞങ്ങൾ മറയ്ക്കുന്നു. യേശുവിന്റെ നാമം ചൊല്ലി ഈ സദസ്സിനെ ഈ രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിയമരക്തത്തിൽ ഇവർ പൊതിയപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി എല്ലാവർക്കും ദിവസം ഇരിക്കാം. ഞാൻ ഈ രാത്രി ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിൽ റാന്നിക്ക് സമീപം അതിഭയങ്കര പ്രളയമുണ്ടായ ഘട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു പ്രിയപ്പെട്ടവൻ പമ്പയിൽ തന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇത്രടി പൊക്കത്തിൽ വെള്ളം പൊങ്ങി, രാത്രി 1:30 നിങ്ങളുടെ റാന്നിയെ മൂടും, അറിയിക്കേണ്ടവരെ അറിയിക്കുക. ഞാൻ ഈ വാർത്ത അറിഞ്ഞ ഉടനെ റാന്നി ഇട്ടിയപ്പാറയിൽ കൺവെൻഷൻ കഴിഞ്ഞ് വണ്ടി നിർത്തിയിട്ട് എനിക്ക് പരിചയമുള്ളൊരു പലചരക്ക് കടയിൽ അരിച്ചാക്കെടുത്ത് മുകളിലോട്ട് വെക്കുമ്പോൾ എൻ്റെ സ്നേഹിതർ പറഞ്ഞു, ദേ രാത്രി 1:30 പ്രളയം റാന്നിയെ മൂടും, എത്രയും വേഗം ചരക്ക് മാറ്റിക്കൂ. ഇദ്ദേഹം ഒരു പരിഹാസച്ചിരി ചിരിച്ചോണ്ട് എന്നോട് പറയുക, എത്ര നാളായി പാസ്റ്ററെ കേൾക്കാൻ തുടങ്ങിയിട്ട് നടക്കുന്ന കാര്യമല്ല, 1:30 മൂടി കേട്ടോ. ഈ ചെങ്കൽവിള പ്രസംഗം ചില വ്യക്തികൾക്ക് നേരെ മുന്നറിയിപ്പാണ്. അനർത്ഥം നിന്റെ വീടിനെ മൂടുന്നതിന് മുൻപ് ക്രൂശിൽ അഭയം തേടുക, നിത്യതയുടെ കവാടം തുറന്നു കിടക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാന കുത്തിടുന്നു. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. കർത്താവ് വരാറായി. ഈ സന്ദേശത്തിന് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ച് വിരമിക്കുന്നു. നോഹയുടെ പ്രളയജലത്തിൻ്റെ ഇരമ്പൽ വിശ്വാസിയുടെ കാതിൽ മുഴങ്ങുന്നു. കർത്താവിൻ്റെ മടങ്ങിയ വരവ് അടുക്കൽ വാതുക്കൽ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.